comment and subscribe. ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേരള സിലബസിലെ 6ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിൽ ആദ്യത്തെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പേജ് ഇത് ഫുള്ള് ലൈൻ ബൈ ലൈൻ വായിക്കുന്നില്ല, കണ്ടൻറ്റ് പറഞ്ഞു പോവാം, അല്ലെങ്കിൽ ഭയങ്കര ബോറാവും, ക്ലാസ് 1 ലാഗാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുള്ളത് യമുന നദി നമുക്കൊരു ലെറ്റർ തന്നിട്ടുണ്ട്. ഈ ലെറ്റർ അപ്പോൾ ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യമുന നദി ഗംഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യയിൽ തന്നെ ലോങ്ങസ്റ്റ് റിവറാണ് ഗംഗയുടെ ഒരു ചെറിയൊരു ട്രിബ്യൂട്ടറി ആണ് യമുന എന്ന് പറയുന്നത്. അപ്പോൾ യമുന നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് യമുനോത്രി ഇൻ ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോകുന്ന വഴിക്കുള്ള ഒരു സിറ്റിയാണ്, ഞാൻ കാണുന്ന ഒരു സിറ്റിയാണ് ഡൽഹി പറയുന്നത്. അപ്പോൾ ഡൽഹിയിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയാം, താജ്മഹൽ ഉണ്ട്, കുത്തബ് മിനാർ ഉണ്ട്, അയൺ പില്ലർ ഉണ്ട്, ജുമാ മസ്ജിദ് ഉണ്ട്, റെഡ് ഫോർട്ട് ഉണ്ട്, ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തുണ്ട് ഡൽഹിയിൽ നമുക്ക് കാണാം. കുറേ മോണുമെൻറ്റ്സ് ഒക്കെ കാണുന്ന ഒരു സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൽഹിയിൽ കാണാൻ പറ്റും. പിന്നെ ഡൽഹിയിൽ കുറേ ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ ഒരു ഭരണാധികാരി വരും, പിന്നെ അവരെ ഡിസ്ട്രോയ് ചെയ്ത് അടുത്ത ആൾക്കാർ വരും. അപ്പോൾ ഇങ്ങനെ കുറേ റൂള് നടന്നിട്ടുള്ള ഒരു സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നു, യമുന പറയുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പറയുന്നത് എന്താണ്, മിഡീവൽ ഇന്ത്യ, അതായത് മിഡീവൽ പീരീഡാണ്. അപ്പോൾ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് 8ാം നൂറ്റാണ്ട് മുതൽ, അതായത് 8th സെഞ്ച്വറി മുതൽ 18ാമത്തെ നൂറ്റാണ്ട് വരെ, 8th സെഞ്ച്വറി ടു 18th സെഞ്ച്വറി വരെയുള്ള ടൈമിനെയാണ് എന്ത് പറയുന്നത്, മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പേജിലേക്ക് പോകുമ്പോൾ ടൈപ്പോഗ്രഫി ഓഫ് ഡൽഹി. അപ്പോൾ നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ മാപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഡോ ഗംഗാട്ടിക് പ്ലെയിൻ തന്നിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് എന്ത് എഴുതാം, ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് എഴുതാം. മൂന്നാമത്തത് യമുന റിവർ എഴുതാം. നാലാമത്തത് ഡൽഹി. അപ്പോൾ ആ മാപ്പിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ആ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ എഴുതാം. ഇനി അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതിൻ്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് സെൻറ്റർ ഓഫ് ദെയർ പവർ. അതായത് മിക്ക റൂളേഴ്സും വന്ന് ഡൽഹി ക്യാപ്ചർ ചെയ്തിട്ട് അവരെ സെൻറ്റർ ഓഫ് പവർ ഡൽഹി ആക്കുന്നു. എന്തുകൊണ്ടാണ് ഡൽഹിക്ക് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്ക് അതിന് ഉത്തരം ഈ ഒരു പാരഗ്രാഫിലാണ് കിടക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദ്യം വരാം. അപ്പോൾ അതിന് ആൻസർ എഴുതുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് എഴുതാം, ഡൽഹി എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡോ ഗംഗാട്ടിക് പ്ലെയിനിലാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ, ഡൽഹി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡോ ഗംഗാട്ടിക് പ്ലെയിനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡൽഹിയിൽ നല്ല ഫെർട്ടൈൽ സോയിൽ ആയിരിക്കും, നല്ല മണ്ണായിരിക്കും. അപ്പോൾ അവിടെ കൃഷി ചെയ്യാനും അഗ്രികൾച്ചർ പ്രോസസ്സിനൊക്കെ നല്ലൊരു മണ്ണാണ്. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത്, ഡൽഹി ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇൻഡോ ഗംഗാട്ടിക് പ്ലെയിൻ, സോ ഡൽഹി ഹാവ് ഫെർട്ടൈൽ സോയിൽ ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ അഗ്രികൾച്ചറൽ പ്രോസസ്സ്. അഗ്രികൾച്ചർ കൃഷിക്കൊക്കെ നല്ലതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ നമുക്ക് എഴുതാം, ഡൽഹീൻ്റെ സൈഡിൽ നിന്നുണ്ട് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് അവിടെ കാണാൻ പറ്റില്ലേ, അതെ. അപ്പോൾ ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് ഉള്ളത്, അതായത് ഈ വലിയൊരു മല നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിമീസ് വന്ന് അവർ അറ്റാക്ക് ചെയ്യില്ല. ആ മല അതിനെ എതിർത്ത് നിൽക്കും. അപ്പോൾ ഇൻവേഷൻ ഓഫ് എനിമീസിന് വേണ്ടിയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ മലയാണ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ത് എഴുതാം, ആരവല്ലി മൗണ്ടെയിൻ ഹെൽപ്പ് ഫ്രം ദ ഇൻവെൻഷൻ ഓഫ് എനിമീസ് എന്ന് നമ്മൾക്ക് രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതാം. ഇനി മൂന്നാമത്തേത് എന്ത് എഴുതാം, അതായത് ഈ മൗണ്ടെയിൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ബൾക്ക് ഓഫ് മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ കുറേ കല്ലുകൾ ഇതൊക്കെ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ ഈ കല്ലുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇപ്പോൾ വീട് പണിക്കൊക്കെ അതിനൊക്കെ വേണ്ട കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് സ്റ്റോംസിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റോൺസ് ആ ഡൽഹിക്കാർക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസ് ഹെൽപ്പ് ചെയ്യുന്നു. അത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതാം. ഇനി നാലാമത്തത്, യമുന റിവർ, അതിൻ്റെ സൈഡിൽ റിവർ ഉണ്ട്. ആ റിവർ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ റിവറിൽ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അവർക്ക് വേണ്ട വെള്ളം തരാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് യമുന റിവറുണ്ട്. അപ്പോൾ ഈ ഒരു 4 പോയിൻ്റ് നമ്മൾ ഇതിന് ഉത്തരമായിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അതാണ് അതിനൊരു ഉത്തരം. അത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതി പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ. ഇനി ഡൽഹിയിൽ വന്ന റൂളേഴ്സിനൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് വന്നത് ഡൽഹിയിൽ 8th സെഞ്ച്വറിയിലാണ് ആദ്യമായിട്ട് അവിടെ റൂളിംഗ് വന്നത്. ഫസ്റ്റ് 8th സെഞ്ച്വറിയിൽ ടോമർ കിങ്സ് എന്ന് പറയുന്ന അവരെ രജ്പുത്സ് എന്ന് വിളിക്കും. അപ്പോൾ ടോമർ കിങ്സ് ആണ് ആദ്യമായിട്ട് 8th സെഞ്ച്വറിയിൽ ഡൽഹി ക്യാപ്ചർ ചെയ്തത്. അപ്പോൾ ഡൽഹിയിൽ അന്ന് പറയുന്നത് ദില്ലിക്ക എന്നാണ്.
DHILLIK അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വന്നത് ടോമർ കിങ്സ് ആണ്. 8th സെഞ്ച്വറി ടോമർ കിങ്സ്, അവരെ രജ്പൂട്ട്സ് എന്ന് വിളിക്കുന്നു. അവർ ഡൽഹിനെ അന്ന് പറയപ്പെടുന്നത് ദില്ലിക്ക എന്നായിരുന്നു. ഇനി അതിന് ശേഷം പിന്നെ വന്നത് ചൗഹാൻ ഡൈനാസ്റ്റിയാണ്. അവിടെ സെക്കൻഡ് പോയിന്റ് ചൗഹാൻ ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ടോമർ കിങ്സ്, രണ്ടാമത് വന്നത് ചൗഹാൻ ഡൈനാസ്റ്റി. ഈ ചൗഹാൻ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ ലാസ്റ്റ് കിങ് ആയിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോൾ അതിൽ അവസാനത്തെ കിങ് ആയിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറഞ്ഞിരുന്നത്. ഈ പൃഥ്വിരാജ് ചൗഹാനെ ഡിഫീറ്റ് ചെയ്തത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആളാണ്. മുഹമ്മദ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു, അന്ന് ഗോർ എന്നറിയപ്പെടുന്നു. അഫ്ഗാനിസ്ഥാൻ അന്ന് ഗോർ എന്നാണ് കിട്ടിയത്. അപ്പോൾ അടുത്തത് വന്ന ആരാണ്? മുഹമ്മദാണ് ഡിഫീറ്റഡ് ദ പൃഥ്വിരാജ് ചൗഹാൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ മുഹമ്മദ് കുറച്ച് കാലം റൂൾ ചെയ്തു. പിന്നെ അതിന് ശേഷം വന്ന അടുത്ത ഒരു റൂളർ, അതായത് അവിടുത്തെ കമാൻഡറായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്, അപ്പോൾ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അപ്പോൾ മുഹമ്മദ് മരിച്ചപ്പോൾ ശേഷം ആര് വന്നു? കുത്തബ്ദീൻ ഐബക്ക് വന്നു ആഫ്റ്റർ ഡിഫീറ്റ് ഓഫ് മുഹമ്മദ്. അപ്പോൾ ഫസ്റ്റ് വന്നത് ആരായിരുന്നു? ഫസ്റ്റ് രജ്പുത്ത് വന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ ചൗഹാൻ ഡൈനാസ്റ്റിയിലെ പൃഥ്വിരാജ് ചൗഹാൻ വന്നു. പൃഥ്വിരാജ് ചൗഹാനെ ആര് ഡിഫീറ്റ് ചെയ്തു? മുഹമ്മദ് ഡിഫീറ്റ് ചെയ്തപ്പോൾ മുഹമ്മദ് പിന്നെ മരിച്ചു. അപ്പം പിന്നെ മുഹമ്മദിന് ശേഷം ആര് വന്നു? കുത്തബ്ദീൻ ഐബക്ക് വന്നു. കുത്തബ്ദീൻ ഐബക്ക് പറഞ്ഞു കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആളുടെ ഡൈനാസ്റ്റിനെ പറയുന്നതാണ് മാംലുക്ക് ഡൈനാസ്റ്റി. നിങ്ങളുടെ ഇടയിൽ ഒരു ബ്ലൂ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് മാംലുക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നു. അവിടെ കുത്തബ്ദീൻ ഐബക്കാണ്. അപ്പോൾ ആളുടെ അത് വന്നത് 1206 ആളുടെ പീരീഡ് വന്നത്. അപ്പോൾ മാംലുക്ക് ഡൈനാസ്റ്റി. ഇനി അതിനുശേഷം 4 ഡൈനാസ്റ്റികൾ വന്നു. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു നീല കളർ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം മാംലുക്കിന് ശേഷം വന്ന ഗാൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോഡി ഡൈനാസ്റ്റി. അപ്പോൾ ഇതൊക്കെ 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 4 വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ നമ്മൾ പറയുന്നത് സുൽത്താൻസ് എന്നാണ്, അതായത് സുൽത്താനേറ്റ് പീരീഡ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ 4 പേരെയും വിളിക്കുന്നതാണ് സുൽത്താൻ അല്ലെങ്കിൽ സുൽത്താനേറ്റ് പീരീഡ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഖാൽജി ഡൈനാസ്റ്റിയിൽ ആരായിരുന്നു റൂളർ? അലാവുദ്ദീൻ ഖാൽജി. അത് കഴിഞ്ഞാൽ തുഗ്ലക് ഡൈനാസ്റ്റി വന്നു. തുഗ്ലക് ഡൈനാസ്റ്റിയിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. പിന്നെ അതിനുശേഷം സയ്യിദ് ഡൈനാസ്റ്റി വന്നു, അപ്പോൾ ഖീർ ഖാൻ. പിന്നെ അതിനുശേഷം ലോഡി ഡൈനാസ്റ്റി, ഇബ്രാഹിം ലോഡി. അപ്പോൾ ഈ 4 ആ ബോക്സിൽ ഉണ്ടായിരുന്ന ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടിയിൽ തന്നിട്ടുണ്ട് കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദിസ് ഫ്ലോ ചാർട്ട്. അപ്പോൾ അതായത് ആ മുകളിൽ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജിൽ കണ്ടില്ലേ, മാംലുക്ക് ഡൈനാസ്റ്റി അതിന് നേരെ കുത്തബ്ദീൻ ഐബക്ക് എഴുതുക. പിന്നെ മുകളിൽ നോക്കിയിട്ട് ഗാൽജി ഡൈനാസ്റ്റി അതിന് നേരെ അലാവുദ്ദീൻ ഖാൽജി, അങ്ങനെ നമ്മൾ അത് ഫില്ല് ചെയ്യാം. ഓക്കെ. ഇനി അതിന് ശേഷം നമുക്ക് തന്നിട്ടുള്ളത് ഇൽത്തുമിഷിൻ്റെ കാലഘട്ടം എന്ന് പറയും. അതായത് കുത്തബ്ദീൻ ഐബക്ക് റൂള് ചെയ്തിട്ട് അതിന് ശേഷം ആൾ മരിച്ചതിന് ശേഷം വന്ന ഒരാളാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നു ചിലപ്പോൾ അത് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു 3 പോയിന്റ് പഠിക്കാം. ഇൽത്തുമിഷിൻ്റെ കാലഘട്ടത്തിൽ നടന്നത്, ഒന്നാമത്തേത് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ. ഈ 3 സ്ഥലങ്ങൾ അദ്ദേഹം കോൺകർ ചെയ്തു. ഏതൊക്കെ? മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ. അവിടെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ. ഈ 3 സ്ഥലങ്ങൾ അദ്ദേഹം കോൺകർ ചെയ്തു. പിന്നെ രണ്ടാമത് പറയുന്നത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം. അയാൾ ഒരു യൂണിഫോം ആയിട്ടുള്ള മോണിറ്ററി സിസ്റ്റം അയാൾ കൊണ്ടുവന്നു. പിന്നെ മൂന്നാമത് പറഞ്ഞത് അയാൾ 2 കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കോയിൻസിൻ്റെ പേരാണ് ടങ്ക ആൻഡ് ജിത്താൽ എന്ന് പറയുന്ന 2 കോയിൻസ് ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ 3 പോയിന്റുകൾ, അപ്പോൾ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഇൽത്തുമിഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ കോൺകർ ചെയ്തു, ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫോം മോണിറ്ററി സിസ്റ്റം ആൻഡ് ടങ്ക ആൻഡ് ജിത്താൽ എന്ന് പറയുന്ന കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി അതിന് ശേഷം വന്ന ആളാണ് ആര്? ബാൽബൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ബാൽബൻ എന്ന് പറയുന്ന റൂളർ വന്നത്. ഇനി അവിടെ അടിയിലൊരു ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഈ സുൽത്താനേറ്റ് പീരീഡിൽ ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ വുമൺ റൂളറാണ് സുൽത്താന റസിയ എന്ന് പറയുന്ന സുൽത്താന റസിയാണ് ആദ്യത്തെ വുമൺ റൂളർ എന്ന് പറയുന്നത്. റസിയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തു, പെണ്ണിനെ റൂളറായിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആളുടെ ഭരണത്തെ, ആ ഒരു സ്ത്രീയുടെ ഭരണത്തെ നിർത്തിപ്പിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് വുമൺ റൂളർ ഇൻ സുൽത്താനേറ്റ് പീരീഡിൽ വെച്ച റസിയ. ഓക്കെ, അതെ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് എക്സ്പാൻഷൻ ഓഫ് സുൽത്താനേറ്റ്. അപ്പോൾ ഇനി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ ഖാൽജി ഡൈനാസ്റ്റി പറയുന്നത് അലാവുദ്ദീൻ ഖാൽജി. അപ്പോൾ ഈ ഖാൽജി ഡൈനാസ്റ്റി ആ ഒരു
കാലഘട്ടത്തിൽ, അതായത് മാംലുക്ക് ഡൈനാസ്റ്റിനെ കീഴടക്കിയിട്ട് ആര് വന്നു? ഖാൽജി ഡൈനാസ്റ്റി വന്നു. അപ്പോൾ ഖാൽജിയുടെ അവിടെ മെയിൻ ആരായിരുന്നു? അലാവുദ്ദീൻ ഖാൽജി ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന ഖാൽജി റൂളേഴ്സ് നമ്മൾ മുന്നേ പറഞ്ഞു. അപ്പോൾ ആൾ വന്നിട്ട് എന്ത് ചെയ്തു? സൗത്ത് ആൻഡ് വെസ്റ്റേൺ റീജിയൻസ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സൗത്തും വെസ്റ്റ് ഭാഗങ്ങളൊക്കെ അദ്ദേഹം കീഴടക്കി. അപ്പോൾ അദ്ദേഹം കീഴടക്കിയ ആദ്യത്തെ റീജിയനാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഗുജറാത്താണ് അദ്ദേഹം ആദ്യമായിട്ട് കീഴടക്കിയത്. അപ്പോൾ ഈ ഗുജറാത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വലിയൊരു കോസ്റ്റ് ലൈൻ, അതായത് തീരത്തിൻ്റെ വലിയൊരു കോസ്റ്റ് ലൈൻ കാണാൻ പറ്റും. അതാണ് ഗുജറാത്തിൻ്റെ മെയിൻ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക സീ പോർട്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ലോങ് കോസ്റ്റ് ലൈൻ അതുകൊണ്ട് തന്നെ കുറേ സീ പോർട്സ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറേ കുതിരകളെ, ഹോഴ്സിനെ ഇങ്ങനെ പോർട്ട് വഴി ഇങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററീൻ്റെ ഒക്കെ പവർ നല്ല രീതിയിൽ കൂട്ടിയ ഒരാളാണ് ഖാൽജി. അപ്പോൾ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വന്നിട്ട് ഹൗ ഡിഡ് ദ ഡോമിനേഷൻ ഓവർ ഗുജറാത്ത് സ്ട്രെങ്തൻ ദ മിലിറ്ററി ഓഫ് അലാവുദ്ദീൻ ഖാൽജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഖാൽജി ഡൈനാസ്റ്റി വാസ് സക്സീസ്ഡ് ബൈ തുഗ്ലക്ക് ഡൈനാസ്റ്റി. അപ്പോൾ അതിന് ശേഷം പിന്നെ വന്ന ഡൈനാസ്റ്റി ആരാണ്? തുഗ്ലക്ക് ഡൈനാസ്റ്റി. തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ മെയിൻ റൂളറാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുഗ്ലക്ക് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുഗ്ലക്ക് വിചാരിച്ചു എന്താണ്, നമുക്ക് കൂടുതൽ ഏരിയ കോൺക്കർ ചെയ്യണമെങ്കിൽ, അതായത് കൂടുതൽ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത് നല്ലൊരു റൂളർ ആവണമെങ്കിൽ ഈ ഡൽഹിയുടെ ക്യാപിറ്റൽ മാറ്റി ദേവഗിരിയാക്കി മാറ്റി. ദേവഗിരി ആയിട്ട്, അതായത് ഡൽഹി എന്ന് പറയുന്ന ഇതിൻ്റെ ക്യാപിറ്റൽ ദേവഗിരിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുറേ റൂളർ ഇങ്ങനെ പിടിച്ചെടുക്കാമെന്നൊക്കെ ആൾ വിചാരിച്ചു. അപ്പോൾ ദേവഗിരിക്ക് അന്ന് ആൾ പേര് നൽകിയത് ദൗലത്താബാദ് ആണ് അല്ലേ, ദൗലത്താബാദ്. അതെ, ദൗലത്താബാദിന് പേരും നൽകി അതിൻ്റെ ക്യാപിറ്റൽ മാറ്റി. പക്ഷേ അയാളുടെ വിചാരങ്ങളൊക്കെ തെറ്റായിരുന്നു. കാരണം അയാൾക്കൊന്നും പിടിച്ചെടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അയാൾ എന്ത് ചെയ്തു? ആ തോട്ടാൾ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ അടുത്ത ഡൈനാസ്റ്റി വന്നു. ആരാണ്? ഇവരെ തോൽപ്പിച്ചുകൊണ്ട് സെയ്ദ് ഡൈനാസ്റ്റി വന്നു. അതിന് ശേഷം പിന്നെ ലോധി ഡൈനാസ്റ്റി വന്നു. അങ്ങനെ ഡൈനാസ്റ്റി വന്നു. പക്ഷേ ഈ തുഗ്ലക്ക് ഡൈനാസ്റ്റി ഏകദേശം നിന്നതോടുകൂടി തന്നെ ഏകദേശം സുൽത്താനേത്ത് പീരീഡ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതെ. ഇനി അടുത്തത് ഡൽഹി അണ്ടർ മുഗൾ റൂൾ. ഇത് നമ്മൾക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് ഇവിടെ വരുത്താക്കാം. നെക്സ്റ്റ് നമുക്ക് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ടാറ്റാ.